CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ദില്ലി തെരുവിൽ കത്തിപ്പടർന്ന പാറ്റ പ്രക്ഷോഭത്തിന് മുന്നിൽ കീഴടങ്ങി നരേന്ദ്രമോദി സർക്കാർ. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹിയുടെ തെരുവുകളിലേക്ക് ഇരച്ചെത്തിയതോടെ നീർച്ചോദ്യ പേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. 21.5 ലക്ഷത്തിന്റെ അനധികൃത ഇടപാട്. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. വടക്കേകാട് സ്റ്റേഷനിലെ CPOമാരായ ബൈജു, സിനീഷ്, പ്രവീൺ, അഖിൽ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കൈവിലങ്ങോടെ പ്രതി രക്ഷപ്പെട്ട് 3-ാം ദിവസമായിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട. സൗകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ചരിത്രപ്രസിദ്ധമായ കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകം വീണ്ടും അരങ്ങിലെത്തിക്കാൻ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് സ്ഥാപകനും ചെയർമാനുമായിരുന്ന നാരായണൻ ആത്രപ്പുള്ളിയുടെ ഓർമ്മദിനത്തിൽ ഗുരുവായൂരിലാണ് നാടകാവതരണം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. ഇക്കാര്യത്തിൽ അധികൃതർ മൗനം പാലിച്ചതോടെ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടിൽ. ചാലിശ്ശേരി പഞ്ചായത്തിലെ കോതമംഗലം കാക്കശ്ശേരി പാടശേഖരത്തിലെ കർഷകർക്കുള്ള വിത്തുവിതരണം നടന്നു. ഇരു പാടശേഖരങ്ങളിലുമായി 200 ഏക്കർ മുണ്ടകൻ കൃഷിയിടത്തിലേക്ക് ആവശ്യമായി വരുന്ന ഉമൈനത്തിൽപ്പെട്ട വിത്താണ് കൃഷിഭവൻ വഴി പഞ്ചായത്ത് സൗജന്യമായി വിതരണം ചെയ്തത്. ഗുരുവായൂരിൽ ഗതാഗത തടസ്സവും കാൽനട യാത്രക്കാരുടെ സുരക്ഷാ ഭീഷണിയും സൃഷ്ടിച്ച അനധികൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെതിരെ ടെമ്പിൾ പോലീസ് നടപടി സ്വീകരിച്ചു. പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിലാണ് അനുമതിയില്ലാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നത്. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച അവബോധവും പ്രായോഗിക അറിവും പൊതുജനങ്ങളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച AI അറിവുത്സവം മണലൂർ MLAയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. 4 വർഷ ബിരുദ പഠനത്തിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക ജീവിതത്തിന് മികച്ച അടിത്തറ അക്കിക്കാവ് മാർ ഓസ്താത്തിയോസ് കോളേജിൽ 3 ദിവസത്തെ ബ്രിഡ്ജ് കോഴ്സ് സംഘടിപ്പിച്ചു. ISO അംഗീകാര നിറവിൽ കണ്ടാണശ്ശേരി കുടുംബശ്രീ CDS. മികവുറ്റ പ്രവർത്തനങ്ങൾക്കും സുതാര്യമായ സേവനങ്ങൾക്കും അംഗീകാരമായാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ISO 9001/2015 സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. 2025-26 ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. മേഖലയിലെ കോൾപ്പാടശേഖരങ്ങളായ പുല്ലാണിച്ചാൽ, താമരവട്ടം എന്നീ കോൾപ്പടവുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. പെരുമ്പിലാവ് TMVHSS സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്ന കായികമേള സമാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.